പലരുടെയും കയ്യിൽ സ്ലീവ് സ്കെയിലുണ്ട്. പക്ഷേ സ്ലീവ് സ്കെയിൽ ശരിക്കും യൂസ് ചെയ്ത് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് അറിയത്തില്ല. ഞാൻ 38 ഇഞ്ചുള്ള ഒരു ചുരിദാറിൻ്റെ സ്ലീവാണ് വെട്ടാൻ പോകുന്നത്, മുക്കാൽ സ്ലീവ്. അതിന് ഞാൻ 38 ചെസ്റ്റിൻ്റെ 4/1 9.5 വിടുത്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 മിച്ചം എടുക്കുന്നുണ്ട്. 3.25 ഞാൻ എനിക്കാണ് എടുക്കുന്നുണ്ട്. 3.25 അത് ഈ 3.25 വേണോ 3.5 വേണോ എന്നുള്ളത് നമ്മുടെ ആം ഹോൾ റൗണ്ടിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവിടെ ഞാനൊരു ലൈൻ വരച്ചു. ഇനി നമ്മൾ സ്ലീവ് സ്കെയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ നമ്മൾ സ്ലീവ് സ്കെയിലിൻ്റെ മാർക്കിംഗ് ഉള്ള ഭാഗമൊക്കെ കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ മറുവശം വെക്കുന്നത്. നോക്കിക്കുക എങ്ങനെയാണെന്ന്. അതിന് ആ വണ്ണമുള്ള ഭാഗമുണ്ട്, വണ്ണം കുറഞ്ഞ ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഞാൻ അടിയിലത്തെ വണ്ണം 5.5 ഇഞ്ച് അടിയൊന്ന് ലെവലാക്കിയിട്ട് എനിക്ക് അടിവണ്ണം 5 ഇഞ്ചും ഒരു 1.5 ഇഞ്ച് സീം അലവൻസും എടുത്തിട്ടുണ്ട്. നോക്കിക്കുക സ്ലീവ് സ്കെയിൽ ഒന്നുകൂടെ നോക്കിക്കേ. അതിൻ്റെ വരകളും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ആ തിക്കായിട്ടുള്ള ഭാഗമാണ് മുകളിൽ വെക്കുന്നത്. കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ വാലറ്റം നമ്മൾ ആ ക്യാപ്പ് ഹൈറ്റ് കൊടുത്തേക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുവന്ന് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടി. ഇനിയും ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഞാനേ ആം ഹോൾ റൗണ്ട് അടയാളപ്പെടുത്തില്ല, ഒന്ന് നോക്കിക്കോട്ടെ. എനിക്ക് 8.5 വേണ്ടത്. 8.5-യിൽ ഞാനൊരു പോയിൻ്റ് കൊടുത്തു. ആ 8.5-യിലേക്കാണ് ശരിക്കും നമുക്ക് നമ്മുടെ വര വരണ്ടേ. കണ്ടോ? അപ്പം ഞാനൊരു ചെറിയ മാറ്റം വരുത്തി ശരിക്കും വരച്ചു. ഇതാണേ കറക്റ്റേ. മനസ്സിലായല്ലോ? നമ്മുടെ ശരിയായ ഷേപ്പ് ഇതാണ്. ഇനിയും ചെയ്യേണ്ടത് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വിട്ടാൽ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെയല്ലേ ഞാൻ വെച്ചിരുന്നേ. അവിടെ നിന്ന് കറക്റ്റ് 1 ഇഞ്ച് ബാക്കിലേക്ക് തള്ളി. കണ്ടോ? എന്നിട്ട് നമ്മൾ മുമ്പേ വെച്ച അതേ പോയിന്റിൽ തന്നെ വെച്ചിട്ട് നമ്മൾ വേറൊരു കളറിൽ ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കാം. കണ്ടോ? ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഷേപ്പ് സ്കെയിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്ലീവിൻ്റെ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വരയ്ക്കാം. ഈ പോയിൻറ്റും കൂട്ടിച്ചേർത്ത് വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ബാക്ക് കട്ട് ചെയ്യാവും, ഒരിക്കലും ഫ്രണ്ട് ആം ഹോൾ പെട്ടെന്ന് കണ്ടിക്കരുതേ. ഇനി നമ്മൾ തയ്ക്കുമ്പോൾ പലർക്കും ഈ സ്ലീവ് കൂടുതലാകുന്നു കുറവാകുന്നു എന്നുള്ള പ്രശ്നം വരും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് ഭാഗം എടുത്തിട്ട് നമ്മൾ ആദ്യം കൂട്ടിച്ചേർക്കുന്ന അവിടെ ഒരു 1/4 ഇഞ്ച് മാറ്റിയേക്കണേ. കാരണം അവിടെ അടിച്ച് മാറേണ്ടതല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നോക്കണം. പിടിച്ച് നോക്കുമ്പോൾ കണ്ടോ, എനിക്കൊരു ഇത്രയും കൂടുതലുണ്ട്. അതുകൊണ്ട് വേണം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചിലർക്ക് ഒരു പ്രശ്നമാണ് തയ്ക്കുമ്പോൾ ഇത് കൈ കൂടുതൽ വന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഈ ഫ്രണ്ട് ആം ഹോളും കളഞ്ഞു. പ്രത്യേകം ഓർക്കണം, ബാക്ക് ഭാഗത്താണ് വെച്ച് നോക്കണ്ടേ. ഇതാ നമ്മുടെ ടോപ്പ്.